Hello guys. welcome back to my YouTube channel. And ഇന്ന് നമ്മൾ എവിടാ പോകുന്നത്? നമ്മൾ ഇന്ന് നമ്മുടെ കസിന്റെ ഡാൻസ് പ്രോഗ്രാം കാണാൻ വേണ്ടി ഒരു അമ്പലത്തിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് വ്ലോഗ് എടുക്കാൻ. ഒരു മിനി വ്ലോഗ് ആയിരിക്കും മിക്കവാറും, ഇത് അധികം ഒന്നും കാണൂല, ജസ്റ്റ് ഒരു മിനി വ്ലോഗ്. ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് ഇവിടെയൊക്കെ തന്നെ കിടക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു ഇതായിരുന്നു. അതെ, സോ നമുക്ക് അവിടെ ചെന്നിട്ട് ആൾമാർ റെഡി ആയി പോയി കാണുമല്ലേ? അവർ പോയി. ഇനിയിപ്പം നേരെ അമ്മൂമ്മയെ കാണാൻ പോകണം, അമ്മൂമ്മയെ കൊണ്ടുപോയി വിടണം. ബാക്കി പറ എന്തോമോ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ഡാൻസ് കാണാൻ കഴിച്ചു. അവിടെ അതിനാണ് പോകുന്നത്, ജസ്റ്റ് പോകുന്നു, ഡാൻസ് കാണുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. നേരെ പോയപ്പോ തന്നെ ഒരുപാട് ലേറ്റ് ആയി. നോക്കാം, എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇത് വ്ലോഗ് ഇട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ വരത്തില്ല. അമ്മ അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കും. ചാച്ച അമ്മ കാണിയത്. ചാച്ച നീ സാധാ വ്ലോഗ് ഇതിലെടുത്ത വീഡിയോയില് പോർട്രേറ്റ് ഇടണമായിരുന്നു. അല്ല കുഴപ്പമില്ല, എനിക്ക് പോർട്രേറ്റിലാണെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞായിരുന്നു. ബാക്ക് ക്യാമറയിലെല്ലാം എടുക്കണം. പോട്ടെ അമ്മ, സ്പീഡിലൊന്നും പോണ്ട. എന്തോന്ന് അത് ഞാൻ മാത്രം പോകുള്ളൂ, നിങ്ങൾ സ്പീഡിലൊന്നും പോണ്ട. നിങ്ങൾ കുട്ടികളാണ്. എന്താ ഒന്നും പറയില്ലാത്ത ഉള്ളതായത് എന്റെ അമ്മയ്ക്ക് പറയണ്ടല്ലോ, അത്ര മെനക്കേടില്ല. അവള് പറഞ്ഞു നീ വെച്ചാലേ ശരിയാവും. ഇല്ല, എനിക്ക് അവളെ വെച്ചെന്നാണ് ശരിയാവും. അയ്യോ, മുടി എല്ലാം കൂടെ പുറത്ത് കിടക്കണം. ഇപ്പൊ എല്ലാം കൂടെ ഉടക്ക് കിട്ടും. ആ എന്തൊരു ഷോർട്ട് നോക്കമ്മ, കുറച്ചെങ്കിലും ഉണ്ടമ്മ. അങ്ങനെ പറഞ്ഞ എന്നെ ഇത് കളയാതെ പെട്ടെന്ന് ഇങ്ങനെ ഈ മുടി ഇനി എവിടെ വെട്ടാൻ ചക്കരെ നോക്ക്. അല്ലേലും ഷോർട്ട് അല്ലേ? എത്രേ അത്രയല്ലേ ഉള്ളൂ. ഇത്രയും പറ്റി വെട്ടാ, നമുക്ക് തിരിച്ചു വന്നിട്ട് നാളെ വെട്ടാം. ചാച്ചാ ഇനി എത്ര നേരം എടുക്കും അങ്ങ് എത്താൻ? കഥ അടച്ചോ ചാച്ചാ, പോയിട്ട് വരാവേ. കേറട്ടോ, വാ. ആരാ നോക്ക എന്നിട്ട് അക്ക ഞാൻ ആമയെ പോലെ അല്ലേക്കാ പോണത്. ഓടി ഭയങ്കര ആമയപ്പോലെ. ആമയെ തോപ്പിക്കോളൂ വേണേ. അമ്മയുടെ അമ്മ ഇങ്ങനെ നിർത്തിയ ലേറ്റ് രാത്രിയാവും, പിന്നെ അങ്ങ് എത്തുമ്പോ ഒരു നേരോ എപ്പോഴാണ് അവരെ ഡാൻസ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കാറും. അതിലെ ഞാൻ ചോദിച്ചാൽ ഏത് വഴി കൂടെയാണെന്ന് പറഞ്ഞേ. നമ്മളൊന്നും മിണ്ടിയില്ല, ചിരിക്കുന്നത്. അക്കാത് ശരിയാക്കണം. എന്ത് വല്ലാത്ത യാത്രയായിപ്പോയി അല്ലേ? ഇതെന്തടി തുറക്കാൻ പറ്റുന്നില്ല? കൂട്ടിയിട്ടിങ്ങനെ തുറന്ന് താക്കോലെടുത്തല്ലേ ഇറങ്ങിയാ? ഇതമ്മ ഇതങ്ങ് അകത്ത് വെച്ചോ. വെക്കണം. ഒക്കെ വച്ചോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വെക്കി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പോടാ, ക്യാമറ തുടയിടും. വേണ്ട വേണ്ട, വരണം, പോവാ, ഇറങ്ങാൻ. നമുക്ക് ഇറങ്ങാൻ സമയമായി മുമ്മേ. ഇനി നമ്മൾ ലേറ്റ് ആയിപ്പോ. അക്ക ഊബർ ഇടടി. അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. ഇതെന്തോന്ന് ഓട്ടോ അല്ലേ? ഇത് സ്ഥലത്തിന്റെ പേരെന്തോ നമ്മമ്മേ? മുല്ലശ്ശേരി. മുല്ലശ്ശേരി. ഈ റോഡിന്റെ പേരാ? ലൊക്കേഷൻ ഓൺ ആക്കിയത് ഗൈസ്. ഒരു മിനിറ്റ് പോരാ ഗൈസ്, ഊബർ ബുക്ക് ചെയ്തിട്ട് ഗൈസ്. ഊബർ ബൈ. സത്യം പറഞ്ഞ കോമഡി തന്നെ അല്ലേ? അല്ലേ? പക്ഷെ ഇപ്പൊ ഉടക്ക് കേട്ടോ എല്ലാം കൂടെ. എന്റത് അമ്മൂമ്മയുടേത് കെട്ടി വെച്ചേക്കുന്നു ബാക്കിൽ. എന്നിട്ട് പറയണു എന്റേതാണ്. പക്ഷെ എന്റെ നോക്ക്, എന്റെ ഫുള്ളും പറക്കണില്ലേ? അങ്ങനെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അവള് ബാക്കിൽ നിന്ന് കാരണം എന്താ? അവള് സ്കൂട്ടറിലല്ലേ അമ്മൂമ്മയുടെ കൂടെ. ഓക്കെ അല്ലേ അമ്മ? കുറെ നാളെ നോക്കി കേട്ടോ.
ഇല്ല അവളെ എങ്ങനെ കാണാൻ പറ്റുന്നത് പുറത്തല്ലേ? അതാ എങ്ങനെ കാണാൻ? അവിടെ അവളില്ല. അതാണ് അവള്. അത് കാറിന്റെ പൊന്നമ്മേ. അവള് വരും സമയാകുമ്പോ. എവിടെയൊക്കെ പോണോ സ്ഥലത്ത് പോയി. ഓ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്ന ഭ്രാന്തിനെ പോലെ. പറഞ്ഞിട്ട് എടുക്കണം, ഞാൻ പലതവണ പറഞ്ഞു. പരിപാടി കഴിഞ്ഞു. വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ. മാമൻ വന്നു. ഞങ്ങൾ വിചാരിച്ച് ജ്യൂസ് കുടിക്കാൻ പോവാന്ന് ഗൈസ്. മാമൻ പറഞ്ഞു ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന്. ഓൾറെഡി ലേറ്റ് ആണ് ഞങ്ങൾ, എന്നാലും പോവാന്ന് വിചാരിച്ച് വിളിച്ചേ. അപ്പൊ അന്വേഷിക്കും. അപ്പൊ അന്വേഷിക്കും എവിടെ പോയി എന്തായാലും ഞങ്ങള് ജ്യൂസ് കുടിച്ചിട്ട് അത് വീട്ടിൽ പോവാം. പട്ടിക തീരുമാനം അവരെ മോനിയമ്മ വണ്ടി ഓടിക്കും, ഞങ്ങൾ മോനിയമ്മയുടെ പിറകെ പോകും. കാരണം നമുക്ക് 2 വണ്ടികളാണ്. ദേവു പാറു കേൾക്കാൻ പാടില്ല, ഞാൻ പതിയെ വിളിച്ചത്. നമുക്കിനി പിറകെ വിടാം. ഓക്കെ, ഞങ്ങൾ റാനിയിൽ കുടിക്കാൻ വന്ന് അവര് വാങ്ങാൻ പോയത്. കിട്ടിയല്ലോ. പൈസ കൊടുത്തിട്ട് മാമന്റെ പൈസ അവിടെ ഇരിച്ചോണ്ടിരിക്കണ അല്ല കയ്യിൽ വെച്ചിട്ട് ഞാൻ എനിക്ക് ഇത്രയ്ക്ക് അവള് കപ്പണ കിട്ടിയോ? നമ്മളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അവള് ലൈവ് പറയുന്നത് ശരിയാവില്ല. അവക്കൂടെ വലുത് വേണമെന്ന്. വലിയ എന്തോ എനിക്ക് ലൈവ് മതി. എനിക്ക് വേറൊന്നും വേണ്ട. എന്തോ പോയി ഇവിടെ ഞാൻ വാ കഴുകിയപ്പോഴത്തേക്കും ഈ ലിപ്സ്റ്റിക് ഇവിടെ അപ്പൊ ഞാൻ പതപ്പത്തേക്കും കഴുകി പ്രാവശ്യമായിട്ട് കഴുകി. ഓ എന്റെ ദൈവം, ഈ പറഞ്ഞൊക്കെ വന്നതാണ് ഇതിനകത്ത്. എന്തോ അമ്മുമ്മയാണെങ്കിൽ പറഞ്ഞില്ല, എന്നിട്ട് അമ്മ പറയണേ വണ്ടിയൊക്കെ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും, കൈ കാണിച്ചാ മതി വണ്ടി നിന്നേലും. എന്ത് വണ്ടി അമ്മുമ്മ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഈ റോഡും വഴിയൊക്കെ. അമ്മമ്മ ഫാദേഴ്സ് വക. അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം. ടാറ്റ. ഇത് പിടി. ടാറ്റേ, ബൈ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. ഓക്കെ, ആർക്കും ബന്ധമൊന്നും വിചാരിക്കണമെന്ന് അറിയാൻ. ഞങ്ങള് അമ്മൂമ്മയെ കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ നിസ്സാരമല്ലോ. ഒരു കൊച്ചു 5 വയസ്സ് കൊച്ചിനെ ഞങ്ങൾ വിട്ട് മക്കളെ ഇവിടെ നിക്കണം, നമ്മൾ പോയിട്ട് വരാൻ നമ്മൾ പറയും. പോയിട്ട് അവിടെ നിന്ന് വരുമ്പോ നടക്കുന്ന ഞാൻ പറഞ്ഞു അമ്മൂമ്മ എന്തോ എന്നിട്ട് അമ്മ നാളെ കഴിക്കാം. എനിക്ക് പൊട്ടുകൊണ്ട് വയറ് പൊടാറായി. അവള് ലൈൻ അത് മൊത്തം ഞാൻ കുടിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഉള്ള സ്ഥലം പോലും എനിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച സമയത്തോണ്ട് അപ്പൊ ആ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന് കറക്റ്റ് അത് കൊണ്ടുവന്ന് എനിക്ക് വയറും ഇല്ല. പടി കയറിക്കൊണ്ടിരിക്കുന്ന അക്ക കണ്ടില്ലല്ലോ അത്. അമ്മൂമ്മ പടി ഇറങ്ങിക്കൊണ്ട് പടി ഇറങ്ങി അപ്പൊ ഞാൻ അമ്മൂമ്മ പതി ഇല്ല ഞാൻ അമ്മൂമ്മക്ക് ഞാൻ എന്തൊരു അഹങ്കാരമാണ് അമ്മ. വയ്യെങ്കിലും അമ്മ തന്നെ മലമറിക്കും എന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ട് ശരി
ഞാൻ പറഞ്ഞ അമ്മമ്മ വന്ന് ഇവിടെ നിൽക്കണേ, ഞാൻ ദാ വരണം, ഞാൻ അവളുടെ അടുത്തൊന്നും പോയിട്ട് വരാൻ പറഞ്ഞു. കാരണം കണ്ണാടി ഒന്ന് മുടി മൊത്തത്തില് എന്താ ഓട്ടോയിൽ കയറി മൊത്തം പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ദാ വരാവേന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി. പിന്നെ നടന്നോണ്ട് പോണ് ദാണ്ട പോണടി കൃഷ്ണ. ഈ അമ്മ എന്നിട്ട് ഓടി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഓടിയിട്ട് എങ്ങോട്ട് പോണേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാം, മീൻസ് പതിയെ നടന്നു തുടങ്ങിയത്. ഞാൻ എന്റെ പൊന്നമ്മൂമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞു വേണ, അല്ലേലേ വയ്യാത്ത ഒരാള് എവിടെയെന്ന് വെച്ച് പോണത്. ശരി ശരി. റോഡ് ബസ് കണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്നത്തെ ചിഹ്നം കൈപ്പത്തി കഴിയിട്ടമ്മ ഞാൻ പറഞ്ഞു അമ്മ തിരിച്ചുകയും ചെയ്തു. പക്ഷെ എന്നെ കണ്ടില്ലായിരുന്നു അതില്. കാര്യം പക്ഷെ കേട്ടോ ഞാൻ കണ്ടിട്ടില്ലേ, ഞാനും അമ്മയും മാത്രമുള്ള ബാക്കി ഇപ്പൊ ഇവിടെ നിർത്തി വെച്ച് പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ